بنسي شخط رمضان تلكويس. അസ്സലാമലൈക്കും. ധർമ്മം ചെയ്യാൻ പണമില്ലെങ്കിലും നമുക്കും സാധിക്കുന്ന മറ്റൊരു ദാനധർമ്മമുണ്ട്. അതെന്താണെന്ന് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അറിയുന്നവരെയും അറിയാത്തവരെയും കണ്ടാൽ പുഞ്ചിരിക്കുക. പുഞ്ചിരി ഒരു ദാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ എല്ലാവരെയും കണ്ടാൽ, നമുക്കറിയുന്നവരായാലും അറിയാത്തവരായാലും എല്ലാവരോടും നല്ല സ്നേഹത്തോടും സഹകരണത്തോടും ജീവിക്കാനാണ് നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബെൻസി ഹോസ്പിറ്റൽ ഒരുക്കുന്ന ഷഹ്റു റംളാൻ ടെലിക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. بنسي شخط رمضان تلكويس. അസ്സലാമലൈക്കും. വലൈഹിസ്സലാം. എവിടുന്നാണ്? പൊന്നാനി. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്റു റംളാനിലേക്ക് സ്വാഗതം. ഓക്കെ. ഈ പ്രോഗ്രാമിലേക്ക് ആദ്യം വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വിളി. അതെ. അതെ. എന്താ ചെയ്യുന്നത്? ഒരു ഓട്ടോ ഡ്രൈവറാണ്. അതെ. ഇതിന്റെ ഈ പരിപാടിയുടെ റൂൾസ് അറിയില്ലേ? ഇല്ല. അതെ, 3 ചോദ്യങ്ങളാണ്. ആദ്യത്തെ 2 ചോദ്യത്തിനും ഓപ്ഷൻ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല. 5 സെക്കൻഡ് ആയിരിക്കും സമയം. ഓക്കെ. പേരെന്താണ് പറഞ്ഞത്? മഹറൂഫ്. മഹറൂഫ് അല്ലേ? അപ്പൊ ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. റമളാൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? റമളാൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. 2 തവണ, 3 തവണ, 1 തവണ. ഹലോ. 2 തവണ, 3 തവണ, പിന്നെ 1 തവണ. മൂന്ന് തവണ. അല്ല, ഉത്തരം തെറ്റിയല്ലോ. തെറ്റാ? 1 തവണയെ പറഞ്ഞിട്ടുള്ളൂ കേട്ടാ. ഓക്കെ. ഇനി അടുത്ത തവണ വിളിക്കുമ്പോ ശരിയാക്കാം കേട്ടോ. ഓക്കെ. ശരി. بنسي شخط رمضان تلكويس. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്റു റംളാനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷമീറ. എവിടെ നിന്നാണ്? പുറങ്ങ്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? മുന്നൊരു പ്രാവശ്യം വിളിച്ചില്ലേ? അതെ. സമ്മാനം കിട്ടിയോ? ഇല്ല, മൂന്നാമത്തെ തെറ്റി. അതെ. അപ്പൊ ഇത്തവണ സമ്മാനം വാങ്ങിക്കല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ചോദ്യം എളുപ്പാണ്. ചോദ്യങ്ങളൊക്കെ എളുപ്പാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ് 3 കുട്ടികളും. അതെ. അപ്പൊ ചോദ്യം ചോദിക്കാല്ലേ? ചോദ്യത്തിന്റെ റൂൾസ് ഒക്കെ അറിയാലോ? അറിയാം. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യം 5 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. ആഴ്ചയില് 7 ദിവസങ്ങൾ ഉണ്ടല്ലോ അല്ലെ? ആ 7 ദിവസങ്ങളും ഖുർആനിൽ പറയുന്നില്ല. 2 ദിവസങ്ങളിൽ ഖുർആനിൽ പറയുന്നുണ്ട്. ഏതാണ് ആ 2 ദിവസങ്ങള്? ഓപ്ഷൻ പറയട്ടെ? തിങ്കൾ, വ്യാഴം, വെള്ളി, ഞായർ, വെള്ളി, ശനി. തിങ്കൾ, വ്യാഴം, വെള്ളി, ഞായർ, വെള്ളി, ശനി. തിങ്കൾ, വ്യാഴം. തെറ്റിപ്പോയല്ലോ. നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുക. നമ്മൾ സുന്നത്ത് നോമ്പൊക്കെ നോക്കുന്ന ദിവസമല്ലേന്ന് കരുതിയിട്ട്. അല്ല കേട്ടോ, വെള്ളി, ശനിയാണ്. നമുക്ക് ഇനി അടുത്ത തവണ ഉത്തരം ശരിയാക്കാം. ഓക്കെ, ശരി കേട്ടോ. بنسي شخط رمضان تلكويس. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്റു റംളാനിലേക്ക് സ്വാഗതം. ഓക്കെ. ആരാണ് വിളിക്കുന്നത്? ഐഷറിയ. എവിടെ നിന്നാ? പള്ളപ്പുറ ML റോഡ്. പള്ളപ്പുറ ML റോഡ്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടപ്പോ എന്നെ വിളിച്ചത്. വിളിച്ചു നോക്കിയതാണ് അല്ലേ? ആ. എന്താ ചെയ്യണ റിയ? ഏ റിയ എന്താ ചെയ്യുന്നത്? ഞാൻ 9th പഠിക്കുന്നത്. 9th-ലോ? ഏത് സ്കൂളിലാ? MI ബോയ്സ്. MI ബോയ്സില്. നോമ്പൊക്കെ ഇല്ലേ? ആ. എല്ലാം നോമ്പെടുത്തോ? ആ. എടുത്തല്ലേ? ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കണെന്ന് പറഞ്ഞല്ലോ അല്ലെ? 3 ചോദ്യമാണ് ഉണ്ടാവുക. ആദ്യത്തെ 2 ചോദ്യത്തിനും ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവസാനത്തെ ചോദ്യം ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. 5 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് 5 സെക്കൻഡിന് അല്ല. പരിഹസിക്കുന്നവർക്കും അപമാനിക്കുന്നവർക്കും മറ്റുള്ളവരെ പിന്നിൽ നിന്ന് കുറ്റം പറയുന്നവർക്കൊക്കെ ഒരു നല്ലൊരു കടുത്ത ശിക്ഷ ഉണ്ട് നമ്മളെ മരിച്ചു തന്നാൽ അല്ലേ? നമ്മൾ ഖുർആനിലെ ഈ ശിക്ഷയുടെ ഒരു പേര് പറയുന്നുണ്ട്. ഭീകരമായ ഈ ശിക്ഷയുടെ ഒരു പേര് പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? പരിഹസിക്കുന്നവർക്കും കുറ്റം പറയുന്നവർക്കൊക്കെ ഒരു ശിക്ഷയുണ്ട് നമ്മൾ മരിച്ചു തന്നാൽ. മറ്റുള്ളവരെ അങ്ങനെ അനാവശ്യമായി കുറ്റം പറയാനൊന്നും പാടില്ല അല്ലെ? അനാവശ്യമായിട്ടല്ല, തീരെ കുറ്റം പറയാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ചെവികൊള്ളലൊന്നും ഇല്ല. പക്ഷെ ഖുർആനില് അവർക്ക് ഭയങ്കരമായൊരു ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ശിക്ഷയ്ക്ക് ഒരു പേരുണ്ട്. എന്താണ് ആ ശിക്ഷയുടെ പേരെന്ന് അറിയോ? ഓപ്ഷൻ പറയട്ടെ? അൽ ജഹന്നമ, അൽ ജഹന്നമ, അൽ ജഹീം, അൽ ഖുത്തമ. ആണോ? എനിക്കറിയില്ല. ഉറപ്പിച്ചോ? എന്നാ ശരിയാണ് ഉത്തരം കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്. ക്ഷമാശീലര്, ക്ഷമിക്കുന്നവർക്കേ മാതൃകയായിട്ട് പറയപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്, ഒരു നബിയുണ്ട്. ആ നബിയുടെ പേരെന്താന്ന് ചോദിക്കുന്നത്. ആദം നബി, മുഹമ്മദ് നബി, അയ്യൂബ് നബി. ഏത് നബിയാ? ഓപ്ഷൻസ് ഒന്നും കൂടെ പറയൂ. മുഹമ്മദ് നബി, ആദം നബി, അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി. ഓക്കെ, ശരിയാണ് ഉത്തരം കേട്ടോ. സമ്മാനം നേടാവുന്ന അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പക്ഷെ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല കേട്ടോ. 5 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ ഉത്തരം പറയും വേണം കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ചോളൂ. ചോദിക്കട്ടെ? സക്കരിയ നബിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സക്കരിയ നബി ഉണ്ടോ? ഖുർആനിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഖുർആനില് സക്കരിയ നബിയെ കുറിച്ച് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് ടൈം വരുമോ? അല്ല, 5 സെക്കൻഡ് സമയമുള്ളൂ. അങ്ങനെയല്ല നമ്മളെ പ്രോഗ്രാമിന്റെ റൂൾസ്. 7 തവണ ആണോ? എന്തേലും ചോദ്യം? 7 തവണ. ശരിയാണ് ഉത്തരം കേട്ടോ. അപ്പൊ സമ്മാനം നേടിയിട്ടുണ്ട്. സമ്മാനത്തിന് വിളിക്കുന്നതായിരിക്കും. ബെൻസി ഹോസ്പിറ്റൽ തരുന്ന ഒരു ഉഗ്രൻ സമ്മാനം തന്നെയാണ് കിട്ടുക കേട്ടോ. ബെൻസി ഹോസ്പിറ്റലാണ് നമുക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ബെൻസി ഹോസ്പിറ്റൽ തരുന്ന ഒരു ഉഗ്രൻ സമ്മാനം തന്നെ മോൾക്കുണ്ട് കേട്ടോ. ഓക്കെ. بنسي شخط رمضان تلك ويس. വലൈക്കും സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷഹർ റമദാനിലേക്ക് സ്വാഗതം. ആരാണോ? ഇസാമറിയ. എവിടുന്നാ വിളിക്കുന്നത്? പള്ളപ്പുറോ? എവിടെയാണ് പള്ളപ്പുറം? ഈ പള്ളപ്പുറം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഇസാമറിയം, ഹലോ, എവിടെയാണ് പള്ളപ്പുറം? ഹലോ, പൊന്നാനിയിലാണ് അല്ലേ? ഇസാമറിയ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
ഒന്നാം ക്ലാസ്. ഒന്നാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? കടവനാട്. കടവനാട്. ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് വിളിച്ചിരുന്നു. എല്ലാവരും കടവനാടാണ്. അവരൊക്കെ അറിയോ? ഫ്രണ്ടിനൊക്കെ അറിയോ വിളിച്ചിരുന്നവരെ? ഹലോ, ഇല്ലേ? മോളെ ടീച്ചറുടെ പേരെന്താ? രമ്യ. രമ്യ അല്ലേ? അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് എന്തിനാ വിളിച്ചത്? സമ്മാനം കിട്ടാൻ. സമ്മാനം കിട്ടാൻ. അതിന് ഇവിടെ എന്താ പ്രോഗ്രാം നടക്കുന്നത്? ക്യൂസ് മത്സരം അല്ലേ? ആരോ ഒരാൾ അവിടെ നിന്ന് സഹായിക്കുന്നുണ്ടല്ലോ. ആരാണത്? ആരാ? ഹലോ, ഉമ്മച്ചിയാ? അതെ. എത്ര നോമ്പ് പറ്റൂ? 11. 11 നോമ്പ് പറ്റാ? മാഷാല്ലാ, മിടുക്കിയാണല്ലോ. 11 നോമ്പ് നോറ്റല്ലേ? ക്ഷീണം ഉണ്ടെന്നിട്ട്? ചെറുതായിട്ട് ക്ഷീണുണ്ടല്ലേ? അപ്പൊ സമ്മാനം നേടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലാണ് നമുക്കൊരു ഉഗ്രൻ സമ്മാനം നേടാൻ പറ്റൂ അല്ലേ? പറ്റൂലേ? ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻ പറഞ്ഞു തരും. 3ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഇല്ല കേട്ടാ. 5 സെക്കൻഡ് സമയേ ഉള്ളൂ. അതിനുള്ളില് മോള് വേഗം ഉത്തരം പറയണം. ഓക്കെ? അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ റമളാൻ വരവേറ്റിട്ടുണ്ട്? എത്ര തവണ റമളാൻ കൂടിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ? എത്ര നോമ്പ് കാലം ഉണ്ടായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്? അതറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തല്ലേ നമുക്ക് റമളാനൊക്കെ നിർബന്ധാക്കിയത് അല്ലേ? ഖുർആനൊക്കെ ഇറങ്ങിയ മാസമായതുകൊണ്ട് അല്ലേ? അപ്പൊ അത് എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലം കൊണ്ട് നോമ്പ് നോറ്റിട്ടുണ്ട്? ഓപ്ഷൻ പറയട്ടെ? 9, 10, 8. ഹലോ, ആരൊക്കെ പറഞ്ഞിരേണ്ടത്? ഉമ്മാക്കോ മോൾക്കോ? അതെ, എന്നാ പറയട്ടാ. 9, 10, 8. ഹലോ, ഹലോ, ഉത്തരത്തിന് എവിടുക്കാ പോണത്? 9. പക്ഷെ ഇത്ര സമയം എടുക്കാൻ പാടില്ല കേട്ടാ. എന്തില് നോക്കിട്ടാ അപ്പൊ ഉത്തരം പറഞ്ഞത്? പിന്നെ എന്തിനാ അത്ര സമയം? ഉമ്മച്ചി പറഞ്ഞതാ? അതെ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? 2ാമത്തെ ചോദ്യം. ശരിയാണോ? ഉത്തരം ശരിയാണ്. 9 തവണയാണ് കേട്ടാ. പക്ഷെ എനിക്ക് സംശയമുണ്ട്, എന്തിലോ നോക്കിയിട്ടാണ് ഉത്തരം പറഞ്ഞതെന്ന്. അല്ല, സത്യാണോ? നോമ്പാണ് കേട്ടാ. ഓക്കെ, 2ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? നമുക്കൊക്കെ വിളിപ്പേരുകൾ ഉണ്ടാവില്ലേ? ഇപ്പൊ മോളെ പേരെന്താന്നാ പറഞ്ഞത്? ഇസാമറിയെന്നാണോ വീട്ടിൽ വിളിക്കാറുള്ള പേര്? അല്ല, ഒരു വിളിപ്പേരുണ്ടല്ലോ, ഇസ. അതുപോലെ ഖുർആനിലെ ഒരാളുടെ വിളിപ്പേര്, അയാളുടെ വിളിപ്പേര് മാത്രമേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. ആരാണ് അദ്ദേഹം? അറിയോ? ഓപ്ഷൻ വേണോ? അബൂലഹബ്, അബൂജഹല്, ഹംസ. ഹലോ, അബൂലഹബ്, അബൂജഹല്, ഹംസ. അബൂലഹബ് ശരിയാണ് ഉത്തരം. ആരോ പറഞ്ഞതാ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഓപ്ഷൻ ഇല്ലാത്ത 5 സെക്കൻഡുള്ള ചോദ്യം ചോദിക്കാൻ പോവേട്ടാ. ഹലോ, ഖുർആനില് പറഞ്ഞ ഒരു ശപിക്കപ്പെട്ട മരമുണ്ട്.
ഒരു മരത്തിന്റെ പേര് അറിയോ? ഒരു മരത്തിന്റെ പേര്. ആ മരം ശപിക്കപ്പെട്ട ഒരു മരാണ്. ആ മരത്തിന്റെ പേര് 5 സെക്കൻഡ് ആവുന്നു. ഹലോ 5 സെക്കൻഡ് ആകുന്നു. സമയം കഴിഞ്ഞുട്ടാ. ഹലോ, സമയം കഴിഞ്ഞല്ലോ. ഇനി അടുത്ത തവണ വിളിക്കുമ്പോ ഉത്തരം ശരിയാക്കാട്ടോ. 2 എണ്ണം ശരിയായി പറഞ്ഞല്ലോ. ഹലോ, ഉത്തരം സക്കും. ഹലോ മോളെ, അടുത്ത തവണ വിളിക്കുമ്പോ സമ്മാനം കൊണ്ടുപോവാട്ടാ. ഓക്കെ, ശരി. بنسي شخط رمضان تلك ويس. അസ്സലാമു അലൈക്കും. ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമദാനിലേക്ക് സ്വാഗതം. ആരാണാവ്? ഹംദാൻ ആണോ ഹംദയാണോ? ഹംദ അല്ലേ? ഹംദ എവിടെന്നാ വിളിക്കുന്നത്? മരക്കടവ്. ഹംദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓ, സ്തുതിക്കപ്പെട്ടവൾ തന്നെയാണ് അല്ലേ? ഹംദയുടെ അർത്ഥം സ്തുതിക്കപ്പെട്ടവളാണെന്ന് ആരാ പറഞ്ഞത്? കൊറേ നോക്കിട്ടാ? അല്ല, ഇപ്പൊ നോക്കിയതല്ല, മുന്നേ നോക്കിയിട്ടുണ്ട്. സ്തുതിക്കലല്ലേ, അപ്പൊ അതുകൊണ്ടാണ് പേരിട്ടത്? അല്ല, അറിയില്ല. ആരട്ടത്? ഉപ്പച്ചി. ഹംദ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ആ, അതെ. ഏത് ക്ലാസ്സില്? 4B. ഈ ഹംദേനെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടല്ലോ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്റെ പേര് സെബീന. അറിയാം അല്ലേ? അപ്പൊ ഹംദോടെയും ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എത്ര ചോദ്യം ഉണ്ടാവും അറിയോ ഹംദക്ക്? പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, 3 ചോദ്യങ്ങൾ ഉണ്ടാവും. 3 ചോദ്യം. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവസാനത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവോ? ഇല്ല അല്ലേ? 5 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ ട്ടാ അവസാനത്തെ ചോദ്യത്തിന്. അവസാനത്തെ ചോദ്യം കൂടെ ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് ബെൻസി ഹോസ്പിറ്റൽ തരുന്ന ഉഗ്ര സമ്മാനം നേടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ. ഹംദ 4ാം ക്ലാസ്സിലാ പഠിക്കുന്നത് അല്ലേ? ഹംദ നോമ്പൊക്കെ നോറ്റോ? മുഴുവനും നോറ്റോ? അതെ, LSS പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ആയിക്കോട്ടെ, എന്നാ ചോദ്യം ചോദിക്കട്ടാ. എല്ലാ ആയത്തിലും ഹാ, എന്താണ് ഹാ? നമ്മള് ഹാദ എന്നൊക്കെ പറയില്ലേ? ഹ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന ഒരു സൂറത്ത് ഉണ്ട്. കേട്ടോ? ചോദ്യം കേട്ടോ? ഓപ്ഷൻ പറയാ: സൂറത്തു ഷംസ്, സൂറത്തു റഹ്മാൻ, സൂറത്തുൽ അലഖ്. വേഗം പറയണം കേട്ടോ ഉത്തരം. ഓപ്ഷൻ ഉള്ളതല്ലേ? അറിയോ? സൂറത്തു ഷംസ്, സൂറത്തു റഹ്മാൻ, സൂറത്തുൽ അലഖ്. ശരിയാണ് ഉത്തരം കേട്ടോ. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിത. റിപ്പോർട്ട് ചെയ്ത വ്യക്തിയല്ല, വനിത. ആരാണത്? അറിയോ?
ഓപ്ഷൻ ഓപ്ഷൻ ആയിഷ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ. തെറ്റിപ്പോയല്ലോ മോളെ, ആയിഷയാണല്ലോ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹയാണ് ട്ടാ. ഒരുപാട് ഹദീസുകൾ പഠിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്ത് നബിയോടൊപ്പം കൂടുതൽ കഴിയാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലെ. ആയിഷ റളിയല്ലാഹു അൻഹ ആരാണെന്ന് അറിയില്ലേ? ആരാ? നബിയുടെ ഭാര്യയാണ് അല്ലെ. അപ്പൊ ഓക്കെ, അടുത്ത തവണ വിളിക്കുക. അപ്പൊ നമുക്ക് സമ്മാനവും കൊണ്ട് പോകാം കേട്ടോ. ഓക്കെ, ശരി. بنسي شخط رمضان تلك ويسا ബെൻസി ഹോസ്പിറ്റൽ ഒരുക്കുന്ന ഷഹ്ർ റംലാൻ ടെലിക്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, മസ്സലാം. بنسي شخط رمضان تلك ويسا